സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് അറിയാം. നമ്മൾ ഈ നിരവധി ക്ഷേത്രങ്ങളിൽ തൊഴാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അത് നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവാം, അതല്ല നാട്ടിലുള്ള പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടാവാം, തീർത്ഥാടനമായിട്ട് മറ്റു പല ക്ഷേത്രങ്ങളിലേക്കും പോകുന്നുണ്ടാവാം. അങ്ങനെ പല സ്ഥലത്തും ഗുരുവായൂരായാലും ചോറ്റാനിക്കര ആയാലും ശബരിമലക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും. എന്നാൽ നമ്മൾക്ക് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ കയറി നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴാൻ പാടില്ലാത്ത സമയമുണ്ട്. അത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? ഇനി അത് മാത്രമല്ല, കയറി തൊഴൽ മാത്രമല്ല, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കാൻ പാടില്ലാത്ത സമയമുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റും നമ്മൾ നാലമ്പലത്തിൻ്റെ വെളിയിൽ പ്രദക്ഷിണം വെക്കും, അതുപോലെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രീകോവിൽ ചുറ്റുമായിട്ടും പ്രദക്ഷിണം വെക്കും. അതുപോലെ ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഒരു കാരണവശാലും ഈ ഒരു സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നമ്മുടെ എന്താണോ ഗുണം പ്രതീക്ഷിക്കുന്നത് ആ ഗുണം നമുക്ക് കിട്ടാതെ പോകും എന്നർത്ഥം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും ഓരോ ഗുണത്തിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഗുണം നമുക്ക് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഏതാണ് ആ സമയം? അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ നിവേദ്യം കൊടുക്കുന്ന സമയമുണ്ടാകും. ഭഗവാന് നിവേദ്യം കൊടുക്കുന്ന സമയം. ഈ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയോ ഈ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം വെക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പല ക്ഷേത്രങ്ങളിലും കാണുന്ന വെച്ചാൽ ഉള്ളിലേക്ക് കടക്കാതെ ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് ആൾക്കാരെ കടത്തി വിടാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. പക്ഷെ ഈ സമയത്ത് ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പോലും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് അങ്ങനെ ചെയ്താൽ? ഇവിടെ നമ്മൾ ആ തിരുസന്നിധിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഭഗവാൻ നമ്മളെ കാണുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലുള്ളത് ഏറ്റവും ഗുണകരമായിട്ടൊരു ചൈതന്യമാണ് ഉള്ളത്. എന്നാൽ ഈ ചൈതന്യത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാവമുണ്ട്. അത് ഒരു മൈനർ ആയിട്ടുള്ള, കാരണം ഒരു കുട്ടിയുടെ ഭാവത്തിലാണ് ഉള്ളത്. ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മേൽശാന്തി അമ്മയുടെ സ്ഥാനം വഹിക്കുന്നത്. അതുപോലെ തന്നെ ആ കുട്ടി എന്നുവെച്ചാൽ ആ ദൈവിക ചൈതന്യത്തിന്റെ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്ര കമ്മിറ്റി. ഒന്നും സ്വയം ചെയ്യില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അനുഗ്രഹമേകുന്ന ഈ ചൈതന്യത്തിനെ ഒരു മനുഷ്യനോട് ഉപമിച്ചുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ എപ്പോഴും ചെയ്യുന്നത്. രാവിലെ കുളിപ്പിക്കുന്നതും നിവേദ്യം കൊടുക്കുന്നതും അലങ്കരിപ്പിക്കുന്നതും ഒക്കെ നമ്മളൊരു കുട്ടികളെ എന്താണോ ചെയ്യുന്നത് മാതാപിതാക്കള്, അതേപോലെയാണ് ഈ ചൈതന്യമാകുന്ന വിഗ്രഹത്തിനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തിന് ഒരു മനുഷ്യൻ്റെതായ ഒരു ഇതാണ് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്, നിവേദ്യം സമർപ്പിക്കുക. അപ്പൊ ഈ സമയത്ത് നമ്മൾ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും പ്രദക്ഷിണം വെക്കുകയോ അല്ലെങ്കിൽ തൊഴാൻ വേണ്ടി വരികയോ ചെയ്യുമ്പോൾ ഭഗവാൻ ഈ നിവേദ്യം സ്വീകരിക്കാതെ ആ ഭക്തന്റെ അരികിലേക്ക് വരും എന്നുള്ളതാണ് കണക്ക്. കൊച്ചുകുട്ടികൾ എങ്ങനെയാ? കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുതിയ ആരെങ്കിലും ഒരു കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് അവരൊപ്പം പോകും, അല്ലെങ്കിൽ അവിടെ മാറി നിൽക്കും. അതേ അവസ്ഥയാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ഈശ്വര ചൈതന്യമാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ നമ്മുടെ സംതൃപ്തിക്ക്, നമ്മുടെ ആനന്ദത്തിന്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ നിർദ്ദേശപ്രകാരം ഒരു ശ്രേഷ്ഠനായ ആചാര്യനാണ് ഈ ഒരു ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അതിന് തടസ്സാവാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പൊ നിവേദ്യ സമയത്ത് ഒരിക്കലും പാടില്ല. ഇനി ഇതേപോലെ തന്നെ ചില നടയടച്ചിട്ടുള്ള പൂജയുണ്ട്. ചില സമയത്ത് നടയടച്ചുകൊണ്ടുള്ള ഒരു പൂജ നടക്കും. ഈ സമയത്തും ഒരു കാരണവശാലും
ആ പൂജയിൽ മുഴുകിയിരിക്കേണ്ട ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് ഭഗവാന്റെ ശ്രദ്ധയും കാര്യങ്ങളെല്ലാം അവിടെ വേണ്ടത്. അവിടുന്ന് എങ്ങോട്ടും ആയിപ്പോകാൻ പാടില്ല. നമുക്ക് ചെറിയ കുട്ടികളുടെ അമ്മമാര് അലങ്കരിക്കും, ആ സമയത്ത് കണ്ണിൽ മഷിയിട്ട് കൊടുക്കും. ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കുട്ടി അങ്ങോട്ടേക്ക് നോക്കും, ആ കുട്ടിയുടെ കണ്ണിലിടുന്ന മഷി കണ്ണിൽ കുത്തി പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇതായിരിക്കും. കാരണം കുട്ടിയെ കുറ്റം പറ്റില്ല, കുട്ടിക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിപ്പോകും. അപ്പൊ അതേപോലെയാണ് ഈ സന്നിധിയിൽ എത്തുന്ന ആൾക്കാർ പ്രദക്ഷിണം വെക്കുകയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഭഗവാന് വേണ്ടുന്ന പൂജയിൽ നിന്നും ഭഗവാൻ വ്യതിചലിച്ച് ഇങ്ങോട്ടേക്ക് ആ ഭക്തന്റെ നേർക്ക് ശ്രദ്ധ വരും. അപ്പോൾ ഭഗവാന്റെ കാര്യം അവിടെ പാതി വഴിയിലാകും എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഭഗവാന് നടയടച്ചിട്ട് ചെയ്യുന്ന നിവേദ്യമാകട്ടെ പൂജാവിധികളാകട്ടെ ഈ സമയത്തൊന്നും നമ്മൾ തൊഴാൻ വേണ്ടി നാലമ്പലത്തിനുള്ളിലേക്ക് പോവുകയോ പ്രദക്ഷിണം വെക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ പൂജാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഉച്ച പൂജയ്ക്ക് ശേഷം നടയടക്കുന്നുണ്ട്. ചില സ്ഥലത്ത് 10 മണിയാകുമ്പോൾ നടയടക്കും, ചില സ്ഥലത്ത് 9 മണിക്ക് നടയടക്കും, ചില സ്ഥലത്ത് 12 മണിക്ക് നടയടക്കും. വൈകിട്ട് 4 മണി വരെ നടയടക്കുന്ന സ്ഥലമുണ്ട്, 3 മണി വരെ നടയടക്കുന്നുണ്ട്, 5 മണി വരെ 6 മണി വരെയൊക്കെ നടയടച്ചിട്ട് വൈകിട്ട് 6 മണിക്ക് തുറക്കുന്ന സമയമുണ്ട്. ഇത്തരത്തിൽ നട അടഞ്ഞു കിടക്കുന്ന ഒരു സമയത്തും നമ്മൾ ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് ശ്രീകോവിലിന്റെ അങ്ങോട്ടേക്ക് പോവുകയോ അതല്ലെങ്കിൽ അതുകൂടെ പ്രദക്ഷിണം വെക്കുകയോ ചെയ്യുന്നത് ഉചിതമല്ല. കാരണം ഭഗവാന്റെ ആ ഒരു വിശ്രമ സമയം നമ്മൾ തന്നെ ഒരു മനുഷ്യനായിട്ട് മനുഷ്യൻ്റെതായ എല്ലാ പ്രക്രിയയും ഭഗവാന് വേണ്ടി അവിടെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് തന്ത്രി. അപ്പൊ അതിലേക്ക് നമ്മൾ തടസ്സമായി നിൽക്കരുത് എന്നർത്ഥം. ഇതേപോലെ തന്നെയാണ് രാത്രി നടയടച്ച് പ്രഭാതത്തിൽ നട തുറക്കുന്നത് വരെയുള്ള സമയങ്ങളിലും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് നമ്മൾ ആരും പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന ഭാവത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും നമ്മളുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടാവരുത് എന്ന ചിന്തയോട് കൂടിയാണ് ഇത്തരത്തിൽ ആ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇങ്ങനെയുള്ള സമയത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് യുക്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ക്ഷേത്ര ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അവർക്ക് എല്ലാവർക്കും വിവരം എത്തട്ടെ. പല സ്ഥലത്ത് ഇത് എഴുതി വെക്കാറുണ്ട്, ഈ സമയത്ത് പ്രദർശനം വെക്കരുത് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് സജ്ജനങ്ങൾക്ക് ഗുണം ചെയ്യും, നിങ്ങൾക്ക് മാത്രമല്ല മറ്റ് നിരവധി ആൾക്കാർക്കും ഗുണം ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഏതായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.